ഓൾ ടു ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സ്. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ലെറ്റ്യൂസ് എഡ്യൂട്ടിപ്സിലേക്ക് സ്വാഗതം. നമ്മൾ മെയിൻലി പ്രിപ്പയർ ചെയ്യുന്ന LDC LGS 2024 എക്സാമിനേഷന്റെ ഭാഗമായിട്ടാണ് CPOക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും മറ്റേത് PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇന്നത്തെ ഈ ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 150 ടോപ്പിക്സിന്റെ സീരീസ് ആണ്. 150 ടോപ്പിക്സിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ SCERT ബേസ് ചെയ്തുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. കാരണം PSCയുടെ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ചില SCERT ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് SCERT ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച സംഭവങ്ങളുണ്ട്. അപ്പം അതിനെയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എല്ലാ ക്ലാസ്സും കണ്ടും കമന്റ് ചെയ്യുന്ന അനു, അതുപോലെ തന്നെ സൂര്യ, യുവസർ, മായ, ഇവരോടൊക്കെ, അതുപോലെ രാജിമോള്, ജിൻഷ, ഇങ്ങനെയൊക്കെയുള്ള കുറെ കുട്ടികളുണ്ട്. നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും താങ്ക് യു. ഓക്കെ, അപ്പോൾ അതുപോലെ ഇപ്പം ഞാൻ പെട്ടെന്ന് നമ്മൾ ഡെയിലി കമന്റ് ഇടുന്നവരുടെ ആ ഒരു പേര് മനസ്സിലേക്ക് വന്നു എന്നേ ഉള്ളതുള്ളൂ. എല്ലാവരുടെയും കമന്റ് ഞാൻ വായിക്കാറുണ്ട്. അപ്പം അതിൽ പറയുന്ന ചില കാര്യങ്ങളെല്ലാം സജഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് എന്നെ കൊണ്ടാവുന്നത് പോലെ എൻ്റെ സമയം അനുസരിച്ച്. കാരണം എൻ്റെ മോനിപ്പോൾ 10th അവനിപ്പോൾ തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെതായ തിരക്കൊക്കെ എനിക്കുണ്ട്. അതെല്ലാം വച്ചിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സോ അപ്പോൾ അതിൽ നമ്മൾ നിങ്ങളുടെ കമൻസ് എല്ലാം വായിച്ചിട്ട് എല്ലാ കമൻസും തന്നെ ഞാൻ റീഡ് ചെയ്യാറുണ്ട്. എൻ്റെ സമയം അനുസരിച്ച് എല്ലാ കമൻസും റീഡ് ചെയ്യാറുണ്ട്. റിപ്ലൈ തരേണ്ടതിനൊക്കെ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 150 ടോപ്പിക്സിൻ്റെതാണെന്ന് പറഞ്ഞു. അതിൽ നമ്മൾ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ക്ലാസ് ആണ് ചെയ്യുന്നത്. ദേശീയത കലയിൽ എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്. അപ്പൊ ദേശീയതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങള്, പത്രങ്ങള്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള 150 ടോപ്പിക്സിൽ ഉൾപ്പെടുത്തി പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ദേശീയത കലയിൽ എന്നുള്ളതാണ് നമ്മളുടെ ടോപ്പിക്. ശ്രദ്ധിക്കുക, ബംഗാളി ചിത്രകാരനായിരുന്ന അബനീന്ദ്രനാഥ ടാഗോർ ദേശീയ സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഭാരതമാത. ഓക്കെ, ഭാരതമാത. അപ്പം ഓർത്തു വയ്ക്കുക, ബംഗാളി ചിത്രകാരനായ അബനീന്ദ്രനാഥ ടാഗോർ ദേശീയ സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണ് ഭാരതമാത. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വസ്ത്രം, ആഹാരം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ഈ ജലഛായ ചിത്രവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ ജലഛായ ചിത്രത്തിൽ വരച്ചവെന്ന് ഓർക്കുക. അപ്പൊ ഇന്ത്യയിലെ നമുക്കറിയാം, ദേശീയത കൊടുമ്പിരി കൊള്ളുന്ന കാലത്ത് ജനങ്ങൾ പട്ടിണിയും എല്ലാം അനുഭവിച്ചിരുന്നു അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ പ്രദാനം ചെയ്യുന്ന ഭാരതമാതാവിനെയാണ് അബനീന്ദ്രനാഥ ടാഗോർ തന്റെ ജലഛായ ചിത്രത്തിലൂടെ അവതരിപ്പിക്കുകയുണ്ടായത്. അപ്പം ഇതിന് ശേഷം പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള ഭാരതമാതാവിന്റെ ചിത്രം നമ്മളെ ഇന്ത്യൻ ഭൂപടത്തിന്റെ ഭാഗമായിട്ടൊക്കെ കഴിഞ്ഞു. എന്നാലും ദേശീയ വികാരം ജനങ്ങളിലേക്ക് വളർത്തിയെടുക്കാനായിട്ട് അബനീന്ദ്രനാഥ ടാഗോറിന്റെ ഈ ചിത്രത്തിന് കഴിയുകയുണ്ടായി. അപ്പോൾ ഓർത്തു വെക്കുക, ദേശീയ സമരകാലത്ത് ഭാരതമാത എന്ന ജലഛായ ചിത്രം വരച്ചതാര എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണെന്ന് ഓർക്കുക, 1 മാർക്ക്. അതുപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കാം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാന്ന് ചോദിക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാൽ അതും ആരാണ്? അതും അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അബനീന്ദ്രനാഥ ടാഗോർ. ഇദ്ദേഹം ഇത് സ്ഥാപിച്ചതാ നമ്മുടെ ചിത്രകലയിൽ പാശ്ചാത്യ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പൊ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് ഇന്ത്യൻ ചിത്രകലയെ മോചിപ്പിക്കുവാനും അതുപോലെ തന്നെ ദേശീയതയിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ചു നിൽക്കുന്ന പൗരസ്ത്യ ചിത്രകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അബനീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണ് ഏതെന്ന് പറയുന്നത്? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ്. ഇത്രയും ഓർത്തു വയ്ക്കുക, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ. ദേശീയ സമരകാലത്ത് ഭാരതമാത എന്ന ജലഛായ ചിത്രം വരച്ചതാരെന്ന് ചോദിച്ചാലും ആരാണ്? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഈ 2 പോയിന്റും മക്കളെ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളിൽ ഒന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം നന്ദലാൽ ബോസ് വരയ്ക്കുകയുണ്ടായി. ഓക്കെ, അപ്പൊ നന്ദലാൽ ബോസിന്റെ ചിത്രമാണ് ഏതെന്ന് ഓർത്തു വയ്ക്കുക? സതി. ഓക്കെ, നന്ദലാൽ ബോസ് ദേശീയ സമരകാലത്ത് വരച്ച ചിത്രമാണ് സതി. ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദുരാചാരമായിരുന്നു സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രം, അതാണ് സതി എന്ന് പറയുന്ന ചിത്രം. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്നിരുന്ന ദുരാചാരങ്ങൾക്ക് എതിരെ ആയിട്ട്
അല്ലെങ്കിൽ അതിനെതിരെ ജനങ്ങളുടെ ഇടയിൽ ഒരു മനോഭാവം വളർത്തുന്നതിന് വേണ്ടിയിട്ട് നന്ദലാൽ ബോസ് വരച്ച ചിത്രമായിരുന്നു ഏത്? സതി. ശ്രദ്ധേയമായ ഇന്ത്യൻ സാഹിത്യ കൃതികളിൽ നിന്നും അതുപോലെ തന്നെ ശ്രദ്ധേയമായ ഇന്ത്യൻ സാഹിത്യ കൃതികളിൽ നിന്നും ഒക്കെ എന്താ പറയുന്നത്, അതേപോലെ ഇന്ത്യയുടെ ചരിത്ര സംഭവങ്ങളിൽ നിന്നും ഒക്കെ അദ്ദേഹം പല എന്താ പറയുന്നത് ചിത്രങ്ങൾ വരയ്ക്കുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ രാജാ രവിവർമ്മ, നമുക്കറിയാം അദ്ദേഹം പാശ്ചാത്യ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് ചില ഇന്ത്യൻ പാശ്ചാത്യ സ്വാധീനത്തെ ഉൾക്കൊള്ളുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ, പാശ്ചാത്യ സ്വാധീനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വരച്ച ചില കൃതികളുണ്ട്. നമുക്കറിയാം ശാകുന്തളത്തെയൊക്കെ ബേസ് ചെയ്തിട്ട് വരച്ച ചില രചനകൾ രാജാ രവിവർമ്മയുടേതായിട്ടുണ്ട്. അത് ഏതാണെന്ന് SCERT എടുത്തു പറയാത്തത് കൊണ്ട് നമ്മളിവിടെ പറയുന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. SCERT പറയുന്ന പ്രധാന എന്താ പറയുക ചിത്രങ്ങളാണ് നമ്മൾ പറയുന്നത്. ഈ ചിത്രങ്ങൾ PSC മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ്. സതി എന്ന ചിത്രം വരച്ചിട്ടുള്ള ആരാണ്? നന്ദലാൽ ബോസ് ആണ്, ഓർത്തു വെക്കുക. അതുപോലെ തന്നെ നന്ദലാൽ ബോസിൻ്റെതായിട്ടുള്ള അടുത്തൊരു അടുത്ത ഒരു ചിത്രവും കൂടിയുണ്ട്, നമുക്ക് അത് നോക്കാം. നന്ദലാൽ ബോസിന്റെ ഞാൻ പറഞ്ഞ അടുത്ത ചിത്രമാണ് ഏത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. PSC പല തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, വില്ലേജ് ഡ്രമ്മർ അല്ലെങ്കിൽ ഗ്രാമീണ ചെണ്ടക്കാരൻ. ഇപ്പൊ സതിയും ഗ്രാമീണ ചെണ്ടക്കാരനും നന്ദലാൽ ബോസിൻ്റെതാണെന്ന് ഓർത്തു വെക്കുക. അപ്പം ഈ ഗ്രാമീണ ചെണ്ടക്കാരൻ 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ചിത്രമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാമീണ ചെണ്ടക്കാരൻ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1938 ഹരിപുര കോൺഗ്രസ് സമ്മേളനം, ഹരിപുരയിലാണ് സമ്മേളനം നടന്നത്. ഹരിപുര കോൺഗ്രസ് സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും പിന്നീട് കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തതാണ് ഗ്രാമീണ ചെണ്ടക്കാരൻ. അപ്പൊ നന്ദലാൽ ബോസിന്റേതാണ് സതിയും ഗ്രാമീണ ചെണ്ടക്കാരനും ഓർത്തു വെക്കുക. അവനീന്ദ്രനാഥ ടാഗോറിന്റേതാണ് ഭാരതമാത. നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങള് SCERT പുസ്തകത്തിലുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം അത് OBS സ്റ്റുഡിയോ വെച്ചിട്ട് ചെയ്യാന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്തോ അത് ലോഞ്ച് ആവാനായിട്ട് ഒത്തിരി പ്രശ്നം, അപ്പൊ അതുകൊണ്ട് നടന്നില്ല. ഇപ്പൊ ഞാൻ രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ അത് ഓക്കെ ആയി. അപ്പൊ അതുകൊണ്ട് ഞാൻ പതുക്കെ OBSലേക്ക് മാറുവാണ്. ഈ പറഞ്ഞ കാര്യങ്ങളും പ്ലസ് കുറച്ച് പോയിന്റ്സും കൂടി അതിനകത്തുണ്ട്. സോ വീഡിയോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോവുക. ശ്രദ്ധിക്കുക, പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബംഗാളി ചിത്രകാരനായ അവനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് വരച്ച ജലഛായ ചിത്രമാണിത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഭാരതമാത. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആഹാരം, വസ്ത്രം, വിജ്ഞാനം എന്നിവ നൽകുന്ന ഭാരതമാതാവിനെയാണ് അദ്ദേഹം ചിത്രീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചത് അവനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ചിത്രകലയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കാനും ഭാരതീയ സംസ്കാരത്തിലും ദേശീയ പാരമ്പര്യത്തിലും അടിയുറച്ച പൗരസ്ത്യ ചിത്രകലയുടെ പ്രോത്സാഹനത്തിനുമായി അദ്ദേഹം കൽക്കത്തയിൽ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിച്ചു. വേണമെങ്കിൽ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് അല്ലെ, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് എവിടെയാണ് സ്ഥിതി ചെയ്തതെന്ന് ചോദിച്ചത് കൽക്കത്തയിലാണ്. അതും കൂടി നോട്ട് ചെയ്ത് വെക്കുക. പാശ്ചാത്യ രീതി ഉൾക്കൊണ്ടുകൊണ്ട് മലയാളിയായ രാജാ രവിവർമ്മ ഇന്ത്യൻ പുരാണങ്ങളിലെയും സാഹിത്യകൃതികളിലെയും വിവിധ സന്ദർഭങ്ങൾ ചിത്രീകരിച്ചു. ഇന്ത്യയിലെ ശ്രദ്ധേയമായ സാഹിത്യ കൃതികളിൽ നിന്നും ചരിത്ര സംഭവങ്ങളിൽ നിന്നുമുള്ള സന്ദർഭങ്ങളെയാണ് നന്ദലാൽ ബോസ് തന്റെ ചിത്രങ്ങൾക്ക് വിഷയങ്ങളാക്കിയത്. സതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ചിത്രം. ഇന്ത്യയിൽ നിലവിലുന്ന ദുരാചാരങ്ങളിലൊന്നായ സതി അനുഷ്ഠിക്കുന്ന ഒരു സ്ത്രീയുടെ ചിത്രമാണിത്. ആരെയും സ്പർശിക്കുന്ന ഈ ചിത്രം ഇത്തരം ദുരാചാരങ്ങൾക്കെതിരായ മനോഭാവം ഇന്ത്യക്കാരിൽ വളർത്താൻ കാരണമായി. ഈ താഴെ കൊടുത്തിരിക്കുന്നതാണ് കണ്ടോ, സതി അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ ചിത്രമാണ് നന്ദലാൽ ബോസിന്റെ ചിത്രം എന്ന് പറഞ്ഞ് റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇത് നോക്കിയേ, ഇന്ത്യയിൽ നിലനിന്ന ദുരാചാരങ്ങളിൽ ഒന്നായിരുന്നു സതി. അപ്പൊ ഇത് അനുഷ്ഠിക്കുന്ന സ്ത്രീയുടെ ചിത്രമാണിത്. അദ്ദേഹത്തിന്റെ ഗ്രാമീണ ചെണ്ടക്കാരൻ എന്ന ചിത്രം 1938 ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പ്രദർശിപ്പിക്കുകയും അതിനെ കോൺഗ്രസിന്റെ പോസ്റ്ററിനുള്ള ചിത്രമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ ജീവിത ദുരിതങ്ങളാണ് വെളിച്ചം കുറഞ്ഞ വർണ്ണങ്ങളിൽ അമൃത ഷെർഗിൽ ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ജീവിതത്തെയും സംസ്കാരത്തെയും ചിത്രീകരിച്ച ഇവരുടെ സൃഷ്ടികൾ ഇന്ത്യക്കാരുടെ മനസ്സിൽ ഒരൊറ്റ ഇന്ത്യയുടെ ചിത്രം വരച്ചു. ഇനി അടുത്തത് നമ്മൾ ദേശീയതയുടെ കൂടെ തന്നെ ഈ ചിത്രകലയുടെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി, ഇന്ത്യൻ ജനതയിൽ ദേശീയ ഐക്യം വളർത്താൻ സഹായിക്കുന്ന ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതോടൊപ്പം രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ദേശീയ ഗാനവും ദേശീയ ബോധം സൃഷ്ടിക്കാൻ സഹായകമായി. സ്വദേശി സമരകാലത്താണ് ആദ്യമായി ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. ഓർത്തു വയ്ക്കുക, സ്വദേശി സമരകാലത്താണ് ആദ്യമായിട്ട് ത്രിവർണ പതാകയ്ക്ക് രൂപം നൽകിയത്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിക്കുന്ന 8 താമരകളും
ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായി ഒരു അർദ്ധചന്ദ്രനും അടങ്ങിയതായിരുന്നു ആ പതാക. അപ്പൊ നമ്മുടെ ആദ്യത്തെ ദേശീയ പതാകയിൽ എത്ര താമര ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. 8 താമര. 8 താമര 8 പ്രവിശ്യകളെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ 8 പ്രവിശ്യകളെ പ്രതിനിധീകരിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ പ്രതീകമായിട്ട് അർദ്ധചന്ദ്രനും അടങ്ങുന്നതായിരുന്നു ആ പതാക. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ചർക്കയോടുകൂടിയ ദേശീയ പതാകയ്ക്ക് രൂപം നൽകി. ഇന്ത്യൻ ജനതയുടെ സ്വാശ്രയത്വത്തിന്റെയും വിദേശാധിപത്യത്തിനെതിരായ പ്രതിഷേധത്തിന്റെയും പ്രതീകമായിരുന്നു ചർക്ക. 1947 ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നെടുത്ത ദേശീയ മുദ്ര നമ്മൾ അറിയാം. നമ്മൾ ദേശീയ മുദ്ര എടുത്തത് സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നാണ് നമുക്ക് അറിയാം. ദേശീയ ഗീതങ്ങളും ചിത്രങ്ങളും ചിഹ്നങ്ങളും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിലുടനീളം ഉപയോഗിക്കപ്പെട്ടു. ഇത് ഇന്ത്യൻ ജനതയിൽ ദേശീയ ബോധം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളൂ. ബാക്കിയൊക്കെ നമ്മള് ദേശീയതയിൽ ഇന്ത്യൻ ജനതയ്ക്ക്, അതായത് രാഷ്ട്ര സങ്കല്പങ്ങൾ രൂപപ്പെടുത്തിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗം ഈ ഒരു പാർട്ടില് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ദേശീയ പതാക, ദേശീയ മുദ്ര. SCRT ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. മാടം കാമയും ത്രിവർണ പതാകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ധീര വനിതകളിൽ ഒരാളാണ് മാഡം ഭിക്കാജി കാമ. ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് അവരായിരുന്നു. ഇത് PSC നമ്മളോട് ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ദേശീയ പതാക അന്താരാഷ്ട്ര വേദിയിൽ ആദ്യമായി ഉയർത്തിയ വനിത ആരാണ്? മാഡം ഭിക്കാജി കാമ. 1907 ജർമ്മനിയിലെ സ്റ്റഗട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. വർഷം ഓർത്തു വെക്കണം. 1907 എന്നുള്ള ആ ഒരു വർഷം നിങ്ങൾ ഓർത്തു വെച്ചേക്കണം കേട്ടോ. 1907 ജർമ്മനിയിലെ സ്റ്റഗട്ടിൽ വെച്ച് നടന്ന 2ാം ഇന്റർനാഷണൽ സമ്മേളനത്തിലാണ് ത്രിവർണ പതാക ഉയർത്തിയത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ദേശീയതയുമായിട്ട് ബന്ധപ്പെട്ട കല, ദേശീയ ചിഹ്നങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. SCRTയിൽ നിന്നാണ് സാധാരണ PSC നമ്മളോട് ഈ കലയും അതുപോലെ തന്നെ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ ഞാൻ ചെറിയ പുസ്തകങ്ങൾ പറഞ്ഞു, പത്രങ്ങൾ പറഞ്ഞു, അതെല്ലാം ഈ ഭാഗത്തു നിന്നാണ് ചോദിക്കാറ്. അതുകൊണ്ട് ഇത് നിസ്സാരവൽക്കരിച്ച് കളയരുത്, പഠിക്കണം.